അറബി രാഷ്ട്രത്തിലെ അറബി തമ്പുരാക്കന്മാർ ചെയ്ത വിഡ്ഢിത്തം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സ്വന്തം മടയിൽ പാമ്പിനെ വളർത്തുന്നത് എത്ര വിഡ്ഢിത്തമാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തം തന്നെയായിരുന്നു ഇന്നത്തെ പശ്ചിമേഷ്യയുടെ സാഹചര്യം വരാൻ പോകുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങൾ അറേബ്യൻ മണ്ണിൽ അനുവദിച്ചത് തന്നെ അറബി തമ്പുരാക്കന്മാർ ചെയ്ത ലോകമണ്ടത്തരം വേണമെങ്കിൽ പറയാം. ഭാവിയെപ്പോലും ചിന്തിക്കാത്ത മനുഷ്യർ അവർ ഭാവിക്ക് വേണ്ടി പലതും പണിയെടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥ ഭാവി അവർ കണ്ടില്ല. മുമ്പെന്നോ അമേരിക്കൻ സൈനിക താവളങ്ങൾ അറേബ്യൻ മണ്ണിൽ അനുവദിച്ചത് തന്നെ വലിയ മണ്ടത്തരവും വിഡ്ഢിത്തരവുമായി ഒരുപക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്ന പൂരം നമ്മെ മനസ്സിലാക്കി തരും. ഇറാനെ ഒതുക്കാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും കൂട്ടുപിടിച്ച അറേബ്യൻ രാജ്യങ്ങൾ ചെയ്ത വിഡ്ഢിത്തം എത്രമാത്രം അപകടകരമായിരുന്നു. ഇറാനെ ഒതുക്കാൻ അറബി രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെയും അമേരിക്കയെയും കൂട്ടുപിടിച്ചത് എത്ര വിഡ്ഢിത്തമായിരുന്നു എന്ന് ഇനി ലോകത്തെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കും. ഗൾഫ് രാഷ്ട്രങ്ങളിലെ താവളങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയോ ഇസ്രായേലോ ഇറാനെ അടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യാക്രമണം വരുന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾക്കായിരിക്കും. അതായത് അയൽക്കാരനെ അടിക്കാൻ ശത്രുവിനെ കാവലായി കൊണ്ടുവന്നു എന്നർത്ഥം. പക്ഷേ ആ അടി കൊള്ളാൻ പോകുന്നത് പശ്ചിമേഷ്യയിലും അറേബ്യൻ രാജ്യത്തുമായിരിക്കും. മാത്രവുമല്ല, ലോകം മുഴുവനും അതിൻ്റെ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടും. ലോകത്ത് ഇനിയും ഒരു മൂന്നാം ലോക മഹായുദ്ധമോ? അമേരിക്ക വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പ്രയോഗിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ കുതന്ത്രമായിരുന്നു എന്ന് ഇപ്പോഴും അറേബ്യൻ ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യം മുന്നേ കണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഒരിക്കൽ ഖത്തർ പോലും അമേരിക്കയുടെ താവളങ്ങളുടെ റിന്യൂവൽ അനുവദിക്കാതിരുന്നത്. അമേരിക്ക ചെയ്ത ഏറ്റവും വലിയ കുതന്ത്രം ഇതൊന്നുമായിരുന്നില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ വലിയ പേടി സ്വപ്നമായി അറേബ്യൻ രാജ്യത്തിന് അമേരിക്ക കാണിച്ചു കൊടുക്കുകയും അമേരിക്കയുടെ കൈകളിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും അറേബ്യൻ രാജ്യങ്ങൾ വിലക്ക് വാങ്ങുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഗൾഫ് രാഷ്ട്രങ്ങളെ കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ വാങ്ങിപ്പിച്ചു എന്നർത്ഥം. ആ സുരക്ഷാ വാഗ്ദാനം സ്വീകരിച്ച് മണ്ണിൽ താവളം നൽകിയവർ ഇന്ന് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചതുരംഗ കപ്പലിലെ കരുക്കളായി മാറി. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു ഇറാൻ്റെ ഏറ്റവും വലിയ വളം. പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച ഒരു ശൈലിയുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ശൈലി. അതേ ഒരു സിസ്റ്റം തന്നെയാണ് അമേരിക്ക അറേബ്യൻ രാജ്യത്തും കാണിച്ചു കൂട്ടിയത്. അതേസമയം തങ്ങളെ വളയാൻ വരുന്ന ശക്തികളെ അതിശക്തമായി നേരിടാനുള്ള ശക്തിയും ഊർജവും ഉൾക്കൊള്ളുക തന്നെയായിരുന്നു ഇറാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ അങ്ങനെ സ്വന്തമായി സൈനിക ശക്തി വർദ്ധിപ്പിച്ചു. ഇന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരേ സമയം കീരിയെയും പാമ്പിനെയും സ്വന്തം മടയിൽ വളർത്തുകയാണ്. ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ ആരെ കുത്തും എന്ന് കണ്ടറിയണം. അറേബ്യൻ രാഷ്ട്രങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സ്വയം കുഴിച്ച കുഴിയാണോ അതോ സുരക്ഷയാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.